അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റുള്ള ഗ്രീൻ ചട്നിയും നല്ല മൊരിഞ്ഞ ദോശയും ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ദോശ 2 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നും 5 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അരിയുടെ മുകളിൽ നിൽക്കുന്നത് പോലെ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആദ്യത്തെ ട്രിപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഉച്ചക്ക് ചോറ് വെച്ച കഞ്ഞിവെള്ളമുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തെ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം അടിഭാഗത്തെ കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശമാവ് പൊങ്ങി വരാനും ദോശ നന്നാവാനൊക്കെ ഇത് നല്ലതാണ്. ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് തവി വെച്ച് ഇളക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൈ കൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുക്കാറുള്ളത്. ഞാനിവിടെ റൈസ് കുക്കറിൽ വെച്ച് മൂടി വെക്കുകയാണ് ചെയ്യണത്. ഇളക്കി കൊടുത്ത തവി ആ പാത്രത്തിൽ തന്നെ വെച്ച് മൂടി വെച്ച് കൊടുക്കണം. ദോശമാവ് നന്നായി കിട്ടാൻ ഇത് നല്ലതാണ്. ഇത് രാത്രി 10 മണിക്കാണ് അടിച്ചു വെച്ചിട്ടുള്ളത്. ഇനി രാവിലെ തുറന്ന് നോക്കാം. ഇപ്പോൾ രാവിലെ 6 മണിയായൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇന്നലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അധികം പുളിച്ചു പോകും മാവ്. ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. നെയ്യ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, മഴയൊക്കെ നല്ലോണം പെയ്യണില്ലേ, അതുകൊണ്ടാണ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ച് കൊടുത്താലും നല്ലോണം പൊങ്ങി വന്നോളും. ദോശമാവ് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും എൻ്റെ ഒരു രീതിയിൽ ഞാൻ കാണിക്കണമെന്ന് മാത്രം. ഇനി ദോശയിലേക്ക് ആവശ്യമായ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പച്ചമുളക്, പുളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, തേങ്ങ ചിരകിയത് 3/4 കപ്പ്, മല്ലിയില 1 കൈ നിറയെ മല്ലിയില. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി പച്ചമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. ഞാൻ മുറിക്കാതെയാണ് ചേർത്തത്, മറന്നു പോയതാണ്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു നേരിയൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. സവാളക്ക് പകരം ചെറിയ ഉള്ളി ആണ് കേട്ടോ നല്ലത്. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച പുളി ചേർത്ത് കൊടുക്കുക. വേഗം അരഞ്ഞ് കിട്ടാനാണ് ഈ പുളി ഇങ്ങനെ കുതിർത്തെടുത്തിട്ടുള്ളത്. പുളി കൂടി പോവാതെ നോക്കണം കേട്ടോ. പുളി കൂടി പോയാൽ ചട്നീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നേരിയൊരു പുളി ഉണ്ടായാലും മതി. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പോൾ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലേൻ്റെ ടേസ്റ്റാണ് ഈ ചട്നിക്ക് മുന്നിലുണ്ടാവുക. ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു വറവിൻ്റെ മണം വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ചട്നി ദോശൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണിത്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയെടുത്തത്, പിന്നെയാണ് ദോശ ചൂടോടെ ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പണി ഇത് കഴിക്കലാണ്. ഇതൊരു തമിഴ്നാടൻ ചട്നി ആയതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ദോശൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ കഴിക്കട്ടെ.
വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ എഴുതണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. ഈ ചട്നി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ സമയത്തും ഒരേ ചട്നി തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടല്ലോ, നല്ലൊരു ചട്നിയാണിത്. ഇനി അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാ.